ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബുഷ് വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കിംഗ് ട്രാക്കിലേക്ക് നമ്മൾ വന്നേക്കാണ്. ഇവിടെ അടുത്ത് ബ്ലൂ മൗണ്ടൻസ് എന്ന് പറയുന്ന ഈ സ്ഥലം സിഡ്നിയുടെ അടുത്താണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു നല്ല ജെല്ലി ബീൻ പൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പേടിയാവും. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, പാറകളൊക്കെ കണ്ടില്ലേ? ഓക്കെ, ഇതെന്താ ചെളിവെള്ളാണാ? അയ്യോ, ഇതാണ് ജെല്ലി ബീൻ പൂള്. കൂട്ടുകാരത് ഇവിടെ ഒരു പച്ചവെള്ളം അല്ലെങ്കിൽ ചെളിവെള്ളം, അപ്പുറത്ത് നല്ല വെള്ളം. നൈസ് കൂട്ടുകാരെ, അപ്പം നമ്മൾ പൂൾ എത്തി. അപ്പോൾ ഇതിൻ്റെ പൂളിൻ്റെ വ്യൂ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ പുറത്താണെങ്കിൽ 40 ഡിഗ്രി ചൂടുണ്ട്, ഭയങ്കര ചൂട്. ഉള്ളിൽ ഈ കാട് പോലെയുള്ള സ്ഥലത്ത് നടുക്ക് നല്ല തണുപ്പുള്ള വെള്ളം. അങ്ങനെ ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട്. നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. പുറത്ത് ഇങ്ങനെ പാറയുടെ ഒക്കെ മേലെ ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. റിഗാറ്റ സെന്ററിലെ സിഡ്നി ഇന്റർനാഷണൽ റിഗാറ്റ സെന്റർ. എൻ്റെ ഉള്ളിൽ പോണേന് കാശ് കൊടുക്കണ? എൻ്റെ കാർഡ് എടുത്തിട്ടില്ല കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ നേരത്തെ ആ ബ്ലൂ മൗണ്ടൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ വെള്ളം കണ്ടിട്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ളത് സിഡ്നി ഇന്റർനാഷണൽ റിഗാറ്റ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒളിമ്പിക്സിൽ ഈ കയാക്കിങ്, അതുപോലെ വെള്ളത്തിലുള്ള ഈ തോണി, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഉള്ള വാട്ടർ റേസുകൾ ഇവിടെയാണ് നടന്നിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിലൊരു സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അവിടെ നോക്കിയാൽ നമുക്ക് ഒളിമ്പിക്സിൻ്റെ ആ സൈൻ കാണാം. കാണിച്ചു തരാം കുട്ടി. രണ്ടായിരം കൊല്ല എന്താ പറയാ, 2000 ഇവിടെയാണ് ഒളിമ്പിക്സ് നടന്നത്. അതിൻ്റെ സംഭവങ്ങളാണ് ഇതൊക്കെ. ഇവിടെ വാട്ടർ റേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് എന്താ പറയാ, ഈ ഒരു സ്ഥലത്തായിരുന്നു. ഡ്രാഗൺ ബോട്ട് റേസ്, കനോയിങ് എല്ലാം ഇവിടെ തന്നെയായിരുന്നു. ഭയങ്കര ചൂടായോണ്ട് കേട്ടോ തുപ്പിച്ചിങ്ങനെ. ഈ കാണുന്ന ഈ വലിയ സംഭവമല്ലേ, ഇത് നാച്ചുറലി ഇവിടെ ഉണ്ടായതല്ലാന്ന്. ഇത് ആർട്ടിഫിഷ്യലി ഇവർ ഈ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഈ വെള്ളമൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇതുപോലെ പണിത് വെച്ചേക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും അതുപോലെ ഉണ്ട്. കണ്ടില്ലേ എന്തൊരു സംഭവം അല്ലേ, എന്തോരം പൈസ ചിലവായിരിക്കും. കണ്ടില്ലേ, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. സൂപ്പർമാനാ. അയ്യോ, ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. ഒരു ബോട്ട് അതിൽ കൂടെ വരുന്നുണ്ട്, അവരെ ഓടിക്കുന്നുണ്ട്. അതിന് മേലെ കൂടെ ഒരാളെ ഇങ്ങനെ ഹൈറ്റിൽ യോഗ ചെയ്ത് ഉയർത്തണ പോലെ. ആദ്യമായിട്ടായി സംഭവം കാണുന്നത്. എന്താ സംഭവം? കാണുന്ന ആ വെള്ളത്തിന്റെ മീതെ പറന്ന് നടക്കുന്ന ആൾക്കാർ, തത്തിക്കളിക്കുന്ന ആൾക്കാരില്ലേ, ആ ഒരു സംഭവത്തിന് പറയുന്നതാണ് വാട്ടർ ജെറ്റ് പാക്ക് എന്ന്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ കാണുന്നത് ഈ വാട്ടർ ജെറ്റ് പാക്ക്. ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ നമുക്ക് ഒരു ജെറ്റ് സ്കി, ഒരു ബോട്ടിൻ്റെ ജെറ്റിൻ്റെ എൻജിൻ,
ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ആ പ്രൊപ്പല്ലൻറ്റിൻ്റെ ഒരു ആക്ഷൻ വഴി ആ ഒരു ശക്തിയിലാണ് നല്ല പ്രഷറിൽ വെള്ളം അടിച്ച് മേലേക്ക് പോണത്. അപ്പോൾ ഒരു 20-30 അടി വരയ്ക്കും അതിൻ്റെ മേലെ ആൾക്കാർക്ക് ഇങ്ങനെ പറന്ന് കുത്തിക്കളിച്ച് നടക്കാം. അതാണ് ഇതിൻ്റെ സംഭവം. ഒരു $250 മുതലാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത്. അതായത് നമ്മുടെ സ്കൈ ഡൈവിംഗ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു റേറ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിപ്പിച്ച് തരും. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, നല്ല ബാലൻസ് വേണമെന്ന് തോന്നുന്നു. ഇതിന് $950 കൊടുത്താൽ മതി. അതായത് 5000 രൂപ തുടങ്ങി പഠിപ്പിച്ച് തരും. അപ്പോൾ ഈ ബോട്ട് വെച്ചിട്ടാണ് ഈ സംഭവം, ജെറ്റ് സ്കീയുടെ എൻജിൻ വെച്ചിട്ടാണ് ഈ സംഭവം മേലേക്ക് ഇങ്ങനെ ഫോഴ്സിൽ പ്രൊപ്പൽ ചെയ്യുന്നത്. സൂപ്പറാണല്ലേ. അയ്യോ, സംഭവം മനസ്സിലായ? ഈ നമ്മുടെ ചില ഷോകളിലൊക്കെ കാണില്ലേ, ഇതുമ്പോൾ ഇങ്ങനെ ചാടി കയറി 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 ഇപ്പുറത്തേക്ക് ചാടി 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 പോണത്. ഇത് ഫ്രീ ആണോ? ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടെ സാധാരണ കിട്ടാറില്ല. നോക്കാം നമുക്ക്. പോഗോ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് നാട്ടിൽ. അതിൽ കണ്ടിട്ടുണ്ട് ആൾക്കാരിങ്ങനെ ചാടി 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 പോണത്. അതുപോലത്തെ ഒരു സംഭവമാണത്. നമുക്കിതിൽ പോവാം, പക്ഷേ ഫ്രീ ആണോ എന്നറിയില്ല. അവരോട് ചോദിക്കണം. പിന്നെ ചാടി ചാടി നടക്കാൻ ഒരു ഗ്രൂപ്പ് ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ കൂട്ടുകാരെ, അവിടെ ഡ്രഗ് ടെസ്റ്റിംഗ് റൂമൊക്കെ ഉണ്ട്. അതുപോലെ ടോയ്ലറ്റ് ചേഞ്ച് റൂം, അതൊക്കെ ന്യൂട്രീഷൻ സ്റ്റേഷൻ. ഇവിടെ വരുന്ന ഈ നടക്കുന്ന വാട്ടർ റേസസ് ഒക്കെ ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു സ്ഥലത്ത് അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചേക്കാണ്. ഓക്കെ, നമുക്കപ്പോൾ പോവാം. ഇങ്ങനെ ഇത്ര വലിയ സാധനം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റണേ? വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ച ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടാവും. മനുഷ്യനിർമ്മിതമായ കുളം. സൂപ്പർ. ഓ, ഇവിടെയൊക്കെ സമ്മറായ കാരണം ചൂട് കൂടുതലായ കാരണം അവിടെയൊക്കെ കത്ത് പിടിക്കാണ്. അതുകൊണ്ട് ആകെ പുകപടലായിട്ട് ഇരിക്കുന്നത്. എന്തില്ലേ ഇതാണ് നമ്മൾ പോകുന്ന വഴി. വാട്ടർ ചിക്കൻസ്. വാട്ടർ ചിക്കനാ? See the swan there. കൊളക്കോഴിനാണോ പറഞ്ഞത്? കൊളക്കോഴിയാണോ പറഞ്ഞത്? ശരിക്കും ശരിക്കും അങ്ങനൊരു വാക്കുണ്ട്. ഓ, അങ്ങനെ പോയി പോയി ഒരു സിംസ്തേരി എത്തി. ഹിസ്റ്റോറിക് സിംസ്തേരി എത്തി. എങ്ങനെയാ ഇവിടെ നിർത്തിയ? കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഒരു കുട്ടി ഉറക്കത്തിന് ശേഷം ഒരു നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ട് ഒരുങ്ങിയേക്കാണ്. ഇന്ന് സൂപ്പർ സംഭവമാണ് വീട്ടിലുണ്ടാക്കി വെച്ചേക്കുന്നത്. അതായത് ഇതുവരെ നമ്മൾ കഴിക്കാത്തൊരു സംഭവമാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ട സംഭവമല്ലേ, അത് ആക്ച്വലി മീനെ പറ്റിച്ച ഒരു കറിയാണ്. അതായത് ചിക്കനെ വെച്ചിട്ട് മീൻ കറി പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ്. മീൻ പറ്റിച്ച പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇത് ഞങ്ങളുടെ റെസിപ്പി അല്ല കേട്ടോ. ഇത് ബിന്നിച്ചൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വ്ളോഗറുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു വ്ളോഗിൽ അവരുടെ ഫ്രണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം തോന്നി. അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു. അതായത് ഞങ്ങൾ രാവിലെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് അത് പുളിയൊക്കെ ഇറങ്ങി ആ മീനിൻ്റെ ഉളുമ്പ് മണമൊന്നുമില്ല ചിക്കനായതുകൊണ്ടേ. അപ്പം ഇനി മുതൽ അതിനെ ചിക്കൻ കറി എന്നല്ല വിളിക്കേണ്ടത്, മീൻ കറി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. കാരണം ശരിക്കും മീനിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. അതായത് നമ്മൾ സാധാരണ മീൻ വറ്റിക്കുന്ന പോലെ, അതായത് കടുക് പൊട്ടിച്ച് സവാള വഴറ്റി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് ഫിഷ് മസാല ഇട്ട് വെള്ളം നല്ലോണം ഗുളുന്ന് തിളയ്ക്കുമ്പോൾ ഈ പറഞ്ഞ ഈ കുറച്ച് വിനാഗിരിയിൽ നല്ലോണം കഴുകിയെടുത്ത ചിക്കൻ എടുത്ത് ഇട്ട് വേവിക്കുക. അതുപോലെ അവസാനം കുറച്ച് വേപ്പിലൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട് സാധാരണ മീൻകറി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാം. പക്ഷെ
അടിപൊളി ടേസ്റ്റ് കേട്ടോ. ശേഷം ആ മീന് പറയുന്നത് ഇറച്ചി മീനിന് വന്നിട്ട് അതിന് തുണ്ടി പീസായിട്ടുള്ള ഇറച്ചി പീസ് എല്ലില്ലാത്തത് ആ മീനിനെ വന്നിട്ട് അതിനകത്തേക്ക് ഇട്ടു ശേഷം വന്നിട്ട് കുറച്ച് സ്ലോയില് വന്നിട്ട് നല്ല വറ്റിച്ചെടുത്തു. ഉപ്പ് നോക്കുക പാകാണെന്ന്. പിന്നെ ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് ഒരു ശകലം കൂടി കുരുമുളക് നമ്മുടെ ഉലുവയുടെ പൊടി ഉണ്ടല്ലോ അത് കുറച്ചിട്ടാൽ മതി. ലാസ്റ്റ് ആദ്യം ഇട്ടിട്ടില്ല, കുറച്ചിട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് മൂടി വെക്കുക. ഇന്ന് ചെയ്ത ശേഷം നാളേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി നന്നായി സൂപ്പറായിട്ടുണ്ടാവും. അടിപൊളി നന്നായിട്ടുണ്ട് കറി. സൂപ്പറായിട്ട് ചോറുണ്ട്. ആൾക്കാരെ പറ്റിക്കാൻ വെറുതെ കഷ്ടപ്പെട്ട് ഒത്തിരി രൂപ കൊടുത്ത് മീൻ മേടിക്കണ്ട അല്ലേ. ഞാൻ ആക്ച്വലി ഡൗട്ട് ചെയ്തു ഈ സാധനം നന്നാവുന്നു. കാരണം ഞാനിത് തിളയ്ക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോഴും ഒരു ചിക്കൻ്റെ ഒരു കുഞ്ഞി ചുകയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ചിക്കനാന്നേ അറിയില്ല. നല്ല വില കൂടിയ മീനാന്നാണ് തോന്നുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് മീനിൻ്റെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ മീനിന് ഭയങ്കര വിലയും ചിക്കന് അത്ര വിലയില്ല. അപ്പോൾ ഞങ്ങൾക്കിത് ശരിക്കും ആൾക്കാരെ പറ്റിക്കാൻ ഒരു സംഭവമാണ്. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഈ ചിക്കൻ ഫിംഗറുടെ കൂടി ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയൂ. ഇതുപോലത്തെ വ്ളോഗ്സ് ഒക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഇനിയൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഇതുവരെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.